ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1484 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. കുറച്ച് നേരത്തെ ആണെങ്കിലും മഞ്ഞുകാല രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന് മലയാളം സെഷനിൽ. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് മഞ്ഞുകാല രോഗങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുത്തെന്ന് ചോദിച്ചാൽ, മഞ്ഞുമാസത്തിന്റെ ഒരു തുടക്കം, മഞ്ഞുകാല രോഗങ്ങളുടെ ഒരു തുടക്കം ആരംഭിച്ചതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണഗതിയിൽ മഴക്കാലം തീരുമ്പോൾ നമ്മൾ മലയാളം നാട്ടിൽ പറയുകയാണെങ്കിൽ തുലാവർഷത്തിന് ശേഷമാണ് ഈ മഞ്ഞുകാലം തുടങ്ങുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ടൊരു സബ്ജക്റ്റ് ഇടാൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ്. കാരണം ഇപ്പം മഞ്ഞുകാലത്ത് വരുന്ന അതേ രോഗങ്ങൾ തന്നെയാണ് ഈ ഓണ സീസണിൽ നമ്മുടെ എല്ലാം മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പം ഇപ്പം തന്നെ മഴയുണ്ട്, ഇടയ്ക്ക് നല്ല വെയിലുണ്ട്, എന്നാൽ രാവിലെ നല്ല മഞ്ഞുമൊക്കെ കാണുന്നുണ്ട് പലയിടത്തും. അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾക്ക് ധാരാളം അക്യൂട്ട് കേസുകൾ വരുന്നുണ്ട്. അപ്പം മിക്കവാറും കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഒത്തിരി ആസ്മ കേസുകൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി അലർജിക് റൈനൈറ്റിസ്, മിക്കവാറും തുമ്മലും ചീറ്റലും മൂക്കടപ്പും, അതുപോലെ തന്നെ ധാരാളം ബ്രോങ്കൈറ്റിസ്, ചുമ, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പരം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ വൈറൽ ഫീവേഴ്സും വരുന്നുണ്ട്. അപ്പം ഇതിനോടൊക്കെ കൂടി തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചിക്കൻ ബോക്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഇപ്പം എല്ലാത്തരം രോഗങ്ങളും മിക്കവാറും, അതായത് ഈ കഴിഞ്ഞ മാർച്ച് ജസ്റ്റ് സ്കൂൾ കുട്ടികളുടെയൊക്കെ പരീക്ഷ സമയം തുടങ്ങിയ ആ ഒരു സമയം മുതൽ ഇപ്പം നിരന്തരം നല്ല തിരക്കുകളാണ്. മിക്കവാറും എല്ലാവരുടെ ക്ലിനിക്കിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം നമ്മളുടെയൊക്കെ ക്ലിനിക്കുകളിൽ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം നോക്കുമ്പോഴും അല്ലെ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന രോഗങ്ങൾ നോക്കുമ്പോഴും കണ്ടുവരുന്ന എല്ലാം ഇങ്ങനെയുള്ള അലർജി സംബന്ധമായിട്ടുള്ള കേസുകളാണ്. അപ്പം ഇതിനെ എല്ലാവർക്കും പെട്ടെന്ന് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു സീസണിൽ തുമ്മൽ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ചുമ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, ചുമയാണ് ആദ്യം തുടങ്ങുന്നത്, അതിനുശേഷം പനി വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യാം, പനി തുടങ്ങിയതിന് ശേഷം ചുമ വരുമ്പോൾ അതിലോട്ട് എങ്ങനെ പോകാം, പനി പനി വന്ന് അതിനോടൊപ്പം ആസ്മയായിട്ടിലോട്ട് മാറുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാം, ആസ്മയാണ് ആദ്യം വരുന്നതെങ്കിൽ അതിനെ എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും നോക്കിയത് ഈ കഴിഞ്ഞ ഒരു 17-18 തീയതിയൊക്കെ ആയപ്പോഴത്തേക്ക് മിക്കവാറും ആസ്മ കേസുകളായിരുന്നു. അപ്പോൾ കലണ്ടർ നോക്കുമ്പോൾ നമുക്ക് കാണാം അന്ന് ആ സമയത്ത് വാവ് സമയമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കർക്കിടക വാവിൽ വരുന്ന രോഗങ്ങളിൽ കൂടുതൽ ഈ ഇത്തവണത്തെ ഈ വാവ് സീസണിൽ ധാരാളം കുട്ടികൾക്കും വിമ്മിട്ടം, വലിവ്, അതുപോലെ അമ്മമാർക്ക് പോലും പലർക്കും ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന രീതിയിൽ അത് ഈ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. വളരെ നമുക്കറിയാം ഈ വാവ് എന്നൊക്കെ പറയുമ്പോൾ പഴയ പൊതുവെ ആൾക്കാരിങ്ങനെ പുച്ഛത്തോടെ പറയും, ഇതൊക്കെ അന്ധവിശ്വാസം. പക്ഷെ അന്ധവിശ്വാസമല്ല, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവനവന്റെ ബോഡിക്ക് പ്രതികരിക്കാൻ പറ്റാതെ വരുമ്പോൾ പലർക്കും അത് ആസ്മയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്പെസിഫിക് ടൈമിൽ നമ്മളുടെയൊക്കെ പല കേസുകളിലും കുറെ നാളായിട്ട് ആസ്മയൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് പോലും പലർക്കും വിമ്മിട്ടവും നല്ല ശക്തമായ ആസ്മയും ഒക്കെ ആയിട്ട് വന്നിരുന്നു. പക്ഷെ എല്ലാ കേസുകളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അത് വേറൊരു വശം. അപ്പം ഏത് കേസ് വന്നാലും നമ്മൾ അതിനെ ധൈര്യത്തോടെ എടുക്കുകയും അതിനെ എങ്ങനെ ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചിന്തിക്കുകയും ചെയ്യണം. അപ്പോൾ സാധാരണ ഒരു അക്യൂട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഭയപ്പെടുന്നത് അവിടെ ഒരു ന്യൂമോണിയ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പല കേസുകളിലും കാണാറുണ്ട്. അപ്പോൾ ഫീവർ ത്രെട്ടണിങ് ന്യൂമോണിയ എന്നുള്ള ഒരു രീതി വെച്ച് നമ്മളവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് ആൻറ്റി ഇൻഡാക്ടറാണ്. പിന്നെ കാലി
ബൈക്ക് വരുന്നുണ്ട്, അതുപോലെ ആൻറ്റി ആഴ്സ് വരുന്നുണ്ട്, അതുപോലെ ആഴ്സനിക് ആൽബ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാനിത് പ്രധാനമായിട്ട് ഇന്ന് ഇത്രയും പറയാൻ കാര്യം, ഇത് നമ്മുടെ ജൂനിയർ ഡോക്ടേഴ്സിന് പലർക്കും പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ധൈര്യപൂർവ്വം നമുക്ക് കേസ് എടുക്കാം. അവിടെയൊക്കെ ഈ ടിഞ്ചേഴ്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ടിഞ്ചേഴ്സ് ഇല്ലാതെ തന്നെ നമുക്കിതെല്ലാം തന്നെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ പ്രായം കൂടുതലുള്ളവർക്കും അല്ലെങ്കിൽ മറ്റ് കുട്ടികളല്ലാത്തവർക്കൊക്കെ ടിഞ്ചേഴ്സ് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് അക്യൂട്ട് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ അത് ഓരോരുത്തർക്കും അവരവരുടെ അറിവും എക്സ്പീരിയൻസും അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൊന്നും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരെന്നുള്ള രീതിയിൽ നമുക്ക് ഏത് ഹോമിയോപ്പതിയുടെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഡോക്ടർമാർ ചെയ്യുന്ന ഏത് അറിവുകളും ഷെയർ ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അക്യൂട്ട് കേസ് മാനേജ് ചെയ്യുന്നതാണ് നമുക്ക് പേരും പ്രശസ്തിയും നൽകുന്നത്. അപ്പൊ തീർച്ചയായും അക്യൂട്ട് കേസുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് ക്രോണിക് കേസുകൾ കിട്ടുകയും ഈ ക്രോണിക് കേസുകൾ ട്രീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒത്തിരി അവസരങ്ങൾ മുന്നിൽ വരികയും ചെയ്യും. ഇന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മച്ചി വന്ന് നല്ല വെമ്മിട്ടമായിട്ടാണ്. അപ്പം യഥാർത്ഥത്തിൽ അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് ഒരാഴ്ച മുമ്പ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അപ്പൊ മരിച്ചതിന് ശേഷം ആണ് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ അന്നുണ്ടായ പനിയുടെ തുടർച്ചയാണ്. അപ്പൊ അവിടെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല, ഇഗ്നീഷ്യയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ വേറൊരു കേസ് കേട്ടത് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു റിലേറ്റീവിന്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം ആദ്യം ഇതില്ലാത്ത ആളാണ്, ഒത്തിരി പ്രായമില്ല, 44 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന് ശേഷം ഉണ്ടായ ഒരു ഇൽനെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൽനെസ് വരുമ്പോഴും നമ്മൾ ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വേറൊരു കേസ് വന്നപ്പോഴത്തേക്ക് അവിടെ കണ്ടത് പെട്ടെന്ന് തന്നെ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം. അപ്പൊ ശരിക്കും ശരീരവേദന, എപ്പോഴും ഡിസ്കുകളെല്ലാം ഡിസ്പ്ലേസ്ഡ് ആണ്. ഒത്തിരി ഡിസ്കിലൊക്കെ മൊത്തം അവിടെയൊക്കെ ഇരിക്കുന്ന എല്ലാ MRI റിപ്പോർട്ടുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അവിടെയും നമ്മൾ കേസ് എടുക്കുമ്പോൾ ഇവർ ഭയങ്കര നല്ല രീതിയിൽ ജീവിച്ചവരാണ്. പെട്ടെന്ന് ഹസ്ബൻഡിന് കൊണ്ടൊരു ആക്സിഡന്റ് പറ്റിയതിന്റെ സർജറി നെക്കിന് ചെയ്യേണ്ടായി. അതിനോടനുബന്ധിച്ചുണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്തപ്പോൾ ആ ബിസിനസ്സിൽ അവർക്ക് ഒത്തിരി പണം നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മുഴുവൻ പരിണത ഫലം അനുഭവിക്കുന്നത് ഈ സ്ത്രീയാണ്. അവർക്ക് 2 മക്കളുണ്ട്. ഈ 2 മക്കളും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടെമ്പററി ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ കല്യാണം കഴിക്കാൻ തയ്യാറുമല്ല, കാരണം അവര് സ്വന്തമായിട്ടൊരു ജോലി. അപ്പൊ ഇതൊക്കെ അമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ കേസുകളിലും ഇങ്ങനെയുള്ള അവരുടെ വന്നിരിക്കുന്ന ഒരു അക്യൂട്ട് പ്രോബ്ലം ആയിട്ടാണെങ്കിൽ പോലും അതിന്റെ ഡെപ്തിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇതൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇത്ര ഷോർട്ടായിട്ട് പോലും നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡെപ്തിലോട്ട് ചെന്നാൽ വളരെ വേഗം ആ പേഷ്യന്റിനെ ക്യൂർ ചെയ്യാൻ പറ്റും, അല്ലെ അവരെ റിക്കവറി ഫേസിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ അത് ഏത് ഇൽനെസ് ആണെങ്കിലും നമ്മൾ അതിന്റെ കോസേഷന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അത് കണ്ടുപിടിക്കാനുള്ള ഒരു എഫർട്ട് എടുക്കുകയും ചെയ്താൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഞാൻ പിന്നെ ഈ അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാത്തത്, അത് നമ്മൾ ഈ വേദിയിൽ ഇതെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇന്ന് പെട്ടെന്നൊരു അതിനു വേണ്ടി വിഷയം എടുത്താണ്. ഇന്ന് നമ്മൾ വേറൊരു ഡോക്ടറെ ഇന്ന് ഫാക്കൽറ്റി ആയിട്ട് വെച്ചിരുന്നതാണ്. അപ്പൊ ഡോക്ടർക്ക് പെട്ടെന്നൊരു അസൗകര്യം വന്നുകൊണ്ടാണ് വിഷയം മാറ്റി ഇങ്ങനെ ഇട്ടത്. എന്തായാലും ഇതിലൊരു നല്ല ചർച്ച നടക്കും. അതിനുള്ള ഹരിഹരൻ സാറും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഷൈല ഡോക്ടറോട് കൊണ്ടുവരാൻ മേക്ക് തരികയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ, ആമുഖം വളരെ നന്നായി. അപ്പൊ ഇനി അതുപോലെ തന്നെ ബാക്കി ചർച്ചയും നന്നാവുന്നതിന് വേണ്ടി എല്ലാ ഡോക്ടേഴ്സും എന്താണ് മഞ്ഞുകാല രോഗങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മെഡിസിൻ വരുന്നത്, എന്തൊക്കെയാണ് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത്, അതിന് ഏതൊക്കെ മെഡിസിൻ സെലക്ട് ചെയ്യാം എന്നുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായ ചർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും ഹാൻഡ് റൈസ് ചെയ്ത് അവരവരുടെ സംശയങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ
പങ്കുവയ്ക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അവസാനമാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സമയം കിട്ടാത്ത അവസ്ഥ വരരുത്. നേരത്തെ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ മഞ്ഞുകാല രോഗങ്ങളെന്ന് പറയുമ്പോൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ പനിയും അതിനോടൊപ്പം ചുമയും കഫക്കെട്ട് അല്ലെങ്കിൽ അതൊരു ന്യൂമോണിയയിലേക്ക് മാറാവുന്ന ഒരു സീസണാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. പിന്നെ ഈ മഞ്ഞുകാലത്ത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? ഈ ചുമയും കോൾഡും അലർജി പ്രശ്നങ്ങളുമാണ്. തണുപ്പ് കൊണ്ടുള്ള അലർജി കൂടുന്ന ഒരു സമയമാണ് മഞ്ഞ് സീസൺ. പിന്നെ നമുക്കറിയാം എന്താണ് ഡ്രൈ കോൾഡ് വെതറിൽ അഗ്രവേഷൻ ഒക്കെ ഉണ്ടാകുന്ന മെഡിസിൻ അക്വണൈറ്റ്, ബ്രയോണിയ ആൽബ്, പിന്നെ ഗ്രാഫൈറ്റിസ്, പെട്രോളിയം, അങ്ങനെയൊക്കെയുള്ള മെഡിസിൻ. പിന്നെ ഇനി ഒത്തിരി മെഡിസിൻ കാണും. എല്ലാത്തിലോട്ടും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇനി ഹരിഹരൻ സാറൊക്കെ ഉണ്ട്, നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. ഹരിഹരൻ സാറേ. ഹരിഹരൻ സാറുണ്ടോ? ഹരിഹരൻ സാറ് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അമ്പാടി അമ്മയുണ്ട്. അമ്പാടി അമ്മയെ ക്ഷണിക്കുകയാണ്. മഞ്ഞുകാല രോഗങ്ങൾ എന്തൊക്കെയാണ് മെഡിസിൻ ഇൻഡിക്കേഷൻ എല്ലാം വിശദമായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ അമ്പാടി അമ്മയെ ക്ഷണിക്കും. അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല ശൈല. അതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞുകാലം തുടങ്ങിയ ഉടനെ തുടങ്ങും ഡോക്ടറെ. എനിക്ക് എല്ലാ കംപ്ലൈന്റ് എന്ന് പറയുകയാണെങ്കിൽ സാങ്കുനേറിയ നൈട്രിക്ക അസല് മരുന്ന്. എനിക്ക് ഒരു ഇതിൽ പോലും എനിക്കത് ഒരു തോൽവി വന്നിട്ടില്ല. സാങ്കുനേറിയ നൈട്രിക്ക അത് അവർ പറയും മഞ്ഞ് തുടങ്ങിയാൽ മതിയല്ലോ. നമുക്ക് ഡിസംബർ മുതൽ ഒരു മാർച്ച് വരെയൊക്കെയാണല്ലോ നമ്മുടെ വിന്റർ സീസൺ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് വലിയ വിന്റർ ഒന്നും ഇല്ല, എന്നാലും നമ്മൾ ആ ഡിസംബർ ലാസ്റ്റും മാർച്ച് ഫസ്റ്റ് ഒരു മിഡിൽ ആണ് നമ്മുടെ വിന്റർ സീസൺ. അപ്പൊ അവര് പറയുന്നത് ആ സമയം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ലെന്ന് പറഞ്ഞാൽ സാങ്കുനേറിയ നൈട്രിക്ക. ഞാനിത് എവിടെയാ വായിച്ചതെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരെങ്കിലും പറഞ്ഞു തന്നായിരിക്കും. എന്തായാലും വളരെ നല്ല ഇഫക്റ്റീവാണ്. നിങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ വിന്റർ സീസണില് മഞ്ഞല്ല അവരുടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പകലുള്ള ആ വെയില. രാത്രി നല്ല മഞ്ഞ്, അവർക്ക് ഫാൻ പോലും വേണ്ട, AC വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ അതേപോലെ അതിനേക്കാട്ടിലും ഭയങ്കര വെയിലാണ് നമ്മുടെ നാട്ടില്. അത് ഒരു വലിയ പ്രശ്നമാണ് ഈ വിന്റർ സീസണിൽ. അവിടെ നമുക്ക് വെൽഡോണയും അതുപോലെ തന്നെ ക്യാംഫർ ഒക്കെ നല്ല മെഡിസിനാ കൊടുക്കാവുന്നത്. ആ സമയത്തുള്ള അതിന് ക്യാംഫർ വളരെ നല്ല മെഡിസിനാ. അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു ഉള്ളിൽ കിടന്ന് വല്ലാതെയുള്ള ഒരു സെൻസേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്യാംഫർ കൊടുത്തത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആന്റിയംക്രൂഡ്, ബെൽഡോണ, ഗ്ലോണൈൻ ഒക്കെയാണ് നല്ല. പിന്നെ ലാക്ടോസിസ് നാട്രം കാർബാണ് നാട്രം മോറിനെക്കാട്ടിലും ഈ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ബ്രയോണിയ ഈ സണ്ണിന്റെ, അതായത് പകല് രാത്രി നല്ല തണുപ്പും പകല് അത്ര ചൂടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മെഡിസിൻസ് എല്ലാം വളരെ നല്ലോണം പിന്നെ യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഇത് വരണ്ട, ഒരു ബുദ്ധിമുട്ട്. അവരെങ്ങനെ ചിലര് നമ്മളെ പെട്ടെന്ന് വിളിക്കും, അവരിങ്ങനെ പറമ്പിൽ പണിയോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണോ ഇങ്ങനെ ഇതായെന്ന് പറയുമ്പോഴേ ഏറ്റവും ആദ്യം നമുക്ക് കൊടുക്കാവുന്നത് അവരെ ഈ അമൈലനൈട്രോസം ഇൻഹെയിൽ ചെയ്യുകയും ഒരു ഡ്രോപ്പ് ഒരു ഷുഗർ ഓഫ് മിൽക്കിൽ ഇട്ടിട്ട് അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. ഏറ്റവും പെട്ടെന്ന് അവര് റീഗെയിൻ ചെയ്യും അമൈലനൈട്രോസം. ഇതൊക്കെയാണ് എനിക്ക് വീട്ടിന്റെ ശ്വാസമുട്ട. അതായത് അവര് ഒരു എന്താ പറയണേ, ഒരു സൺസ്ട്രോക്ക് പോലെ വന്ന് അവരങ്ങ് തളർന്നു വീഴും.
നമ്മളപ്പോ നമുക്ക് ഉള്ളിൽ തോന്നുക വെരാട്രം ആൽബം ഒക്കെയാണ്. പക്ഷെ അവിടെ അമൈലൻ നൈട്രസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ എന്താണ് ഞാറക്കലെ ജയകുമാർ ഡോക്ടർ പറഞ്ഞു തന്നെ എനിക്ക്. ഒരിക്കൽ ഞങ്ങൾ ഏതോ ഒരു ഇതിന് പോയപ്പോ ഇതുപോലെ ഒരു ഈ ചൂട് സമയത്ത് അവരിങ്ങനെ ഇപ്പൊ കയ്യും ഒക്കെ തൊട്ടപ്പോ വെരാട്രം ആൽബിന്റെ സിംറ്റം ആണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വെരാട്രം ആൽബ് പോലെ തോന്നുന്നുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇല്ല ഡോക്ടറെ, അമൈലൻ നൈട്രസ് ആണ് ഇപ്പൊ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പറയുകയുണ്ടായി. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക്. ഇപ്പൊ നമ്മള് സാധാരണ ഈ മഞ്ഞുകാലത്ത് മഞ്ഞിന്റെ ഇതിനൊക്കെ കൊടുക്കാവുന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കുക സിംറ്റമാറ്റിക് ആയിട്ട്. ഇപ്പൊ മറ്റേ ഡോക്ടർ ശാരദ സിംഗ് പറഞ്ഞ പോലെ എല്ലാം അതിന്റെ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് കൊടുക്കുക. നമുക്കൊരു സ്പെസിഫിക് മെഡിസിൻ ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെയുള്ള ചില മെഡിസിൻസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഈ അമൈലൻ സാങ്കുനറി അനൈറ്റിക്ക മഞ്ഞ് തുടങ്ങിയാൽ എനിക്ക് തുടങ്ങും ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല, ഇത് കൊടുക്കും. ഓക്കെ, നന്ദി അമ്പാടിയമ്മേ. ഇനിയും ഇനിയും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും നമുക്ക് ദേവൻ ഡോക്ടറൊക്കെ എത്തിയിട്ടുണ്ട്. ദേവൻ ഡോക്ടർ, ഹരിഹരൻ സാറൊക്കെ ഉണ്ടെന്ന്. ദേവൻ ഡോക്ടറെ, ഇത് നമ്മുടെ മുസ്തഫ ഡോക്ടർ ആണല്ലോ. മുസ്തഫ ഡോക്ടറെ നമസ്കാരം. I'm introducing one Dr. Murugesan, belonging to Theni, Tamil Nadu. He is a retired Joint Director from the Animal Husbandry Department of Tamil Nadu. Okay. He is practicing in veterinary homeopathy. ഇന്നത്തെ നമസ്കാരം ഡോക്ടറെ. Namaskaram, madam. I am Dr. S. Murugesan. Okay. Sir, കേക്കാം. I am audible, madam. Audible. Yeah, I am Dr. S. Murugesan. Audible. Sir, audible ആണ്. I am Dr. S. Murugesan, belonging to Bodi Nayakanur, Theni district, Tamil Nadu. I am retired from Animal Husbandry Department as a Regional Joint Director. Okay. I am practicing homeopathic medicines in veterinary for the past 6 years. Now only Dr. Mustafa told that link. So he introduced me. Okay. I am very pleasure to join in your webinar. Thank you very much. Okay, sir. We are also very pleasant with you. We are also very pleasant with you. Okay. മുസ്തഫ ഡോക്ടർ എന്ത് പറയുന്നത്? സുഖമാണോ? സാറ് ഇപ്പൊ അവിടെ തമിഴ്നാട്ടിൽ എത്തിയോ? എന്താണ് തമിഴ്നാട്ടില്? ഓക്കെ സാറേ, ഇന്ന് ഞങ്ങളെ വിഷയം മഞ്ഞുകാല രോഗങ്ങൾ ഹോമിയോപ്പതി എന്നുള്ള വിഷയമാണ്. ഓക്കെ, സാറിനെ കണ്ടതിൽ എന്തായാലും സന്തോഷം. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? നമസ്കാരം. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയില്ല. മാത്രമല്ല പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ ഒരു മഞ്ഞിന്റെ പൊതുവായിട്ടൊക്കെ കൊടുക്കുന്ന മരുന്നുകളൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. തണുപ്പിനോട് കൂടുതൽ ഇത് വരുന്ന പിന്നെ ഈ പറഞ്ഞതൊന്നും കേൾക്കാത്തത് കൊണ്ട് ഈ അല്ല, പറഞ്ഞത് കുഴപ്പമില്ല. മഞ്ഞുകാല രോഗങ്ങൾ ഹോമിയോപ്പതി എന്നുള്ള വിഷയത്തിൽ ചർച്ചയാണ്. മഞ്ഞുകാലത്ത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവയ്ക്ക് എന്തൊക്കെ മെഡിസിൻ, ആ സീസണിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് എന്തൊക്കെയാണ് മെഡിസിൻ ഉപയോഗിക്കാറുള്ളത്? ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ആദ്യം ചിന്തിക്കുന്ന മെഡിസിൻ അക്കോണേറ്റ് തന്നെയാണ്. കാരണം നമ്മള് ഈ എക്സ്പോസർ ടു ഡ്രൈ കോൾഡ് വെസ്റ്റ് വിൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ യൂറോപ്യൻ കാലാവസ്ഥയിലാണെങ്കിലും നല്ല തണുപ്പ് അടിച്ചിട്ട് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും നല്ല തണുപ്പ് പെട്ടെന്ന് അടിക്കുകയാണ്.
പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഞാൻ കൊടുത്തു വിടാറുള്ളതാണ്. കാരണം അത് എക്സ്പോഷർ വളരെ സഡൻ എക്സ്പോഷറാണ്. ഇവിടെ നിന്ന് ചൂട് കാലാവസ്ഥയിൽ പിന്നെ നമ്മുടെ നോർത്തിലേക്ക് പോകുന്നു. നോർത്തിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ നല്ലൊരു നല്ല നോർത്തില് സാധാരണ AC പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഉള്ളവര് ഇപ്പൊ ബർത്തൊക്കെ എടുത്താണെങ്കിൽ പോയി അതിനകത്തൊരു ചൂട് എന്തായാലും ഉണ്ടാവും. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അപ്പൊ അവര് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലൈന്റിന് ഞാൻ സാധാരണഗതിയിൽ അവർക്ക് കൊടുത്തു വിടാറുള്ളതും അക്കോണൈറ്റ് തന്നെയാണ്. കാരണം അത് പിന്നെ അക്കോണൈറ്റ് കഴിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പ്രത്യേകം പറയും, ചുമ തുടങ്ങുമ്പോഴേ ഇതങ്ങ് കഴിച്ചോ മാറിപ്പൊയ്ക്കോളും എന്ന് പറയും. പ്രത്യേകിച്ച് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ ഫോക്കസ് കാക്റ്റ് ചുമയ്ക്ക് കൊടുക്കാറുണ്ട്. ഫോക്കസ് കാക്റ്റ് വിന്ററിൽ മാത്രമല്ല കൊടുക്കണം. ഫോക്കസ് കാക്റ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചുമച്ച് ബ്രഷ് ചെയ്യുമ്പോൾ ചുമയ്ക്ക് ഛർദിക്കുന്നു എന്നുള്ളതാണ്. സാഗിരിക്ക് പറയുന്നുണ്ടെങ്കിലും ബ്രഷ് ചെയ്യുമ്പോൾ ഛർദില് എന്ന് പറയുന്ന സിംറ്റം ഫോക്കസ് കാക്റ്റേക്ക് ഒരു പ്രത്യേകതയാണ്. അപ്പൊ അവർക്ക് ബ്രഷ് ചെയ്യാൻ പാടാണ്. ചിലർ പറയും തങ്ങ ക്ലീൻ ചെയ്യുമ്പോഴാണ് എന്ന് പറയും. അപ്പൊ ഞാൻ എടുത്തു ചോദിക്കും, തങ്ങ് ചിലരിങ്ങനെ ആയാസപ്പെട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ടങ് ക്ലീനറൊക്കെ ഉപയോഗിച്ച് അങ്ങനെയല്ല, ഒന്ന് നാക്കെ തൊടാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാറില്ല. അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ഫോക്കസ് കാക്റ്റ് കൊടുക്കും. പിന്നെ വരുന്നത് നമുക്കറിയാം, ഹെപ്പാർ നമ്മള് തണുപ്പിന് ഒരു കോൾഡ് ക്ലൈമറ്റ് എന്നുള്ള രീതിക്ക് ഹെപ്പാർ ഒരു കോൾഡ് മെഡിസിൻ എന്ന രീതിയിലും ഹെപ്പാർ കൊടുക്കും. ഹെപ്പാർ പോലെ തന്നെ സോരണവും വേനൽക്കാലത്തും പുതച്ചു കിടക്കുന്ന മെഡിസിനാണ്. അടിമുടി പുതച്ച് കിടക്കാറുണ്ട്. പനി വരുമ്പോഴല്ല, പനിയൊന്നും ഇല്ലാത്തപ്പോഴും. പനി വരുമ്പോൾ പുതയ്ക്കുന്നതിന് നമുക്ക് ഒരുപാട് മെഡിസിൻ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെ റൂമക്സ് കൊടുക്കാറുണ്ട്. പിന്നെ സ്ഥാനം കൊടുക്കാറുണ്ട്. ആന്റിൻ്റെ ആർട്ട് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ്. സംസാരിക്കുമ്പോ ചുമക്കുന്നതിന് ഏത് മെഡിസിൻ കൊടുക്കാം? സംസാരിക്കുമ്പോൾ ചുമക്കുന്നതിന് നാട്രമോറും യൂഫ്രേഷ്യയും നാട്രമോറുമാണ്. നാട്രമോറിന് പ്രത്യേകത ഉള്ളത് പകല് ചുമയ്ക്കും എന്നുള്ളതാണ്. പകല് അത് യൂഫ്രേഷ്യയും ഏകദേശം പകല് തന്നെ ചുമയ്ക്കും. പിന്നെ സ്പോഞ്ചിയ വരും. സ്പോഞ്ചിയ ആണ് പ്രധാന മെഡിസിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പോഞ്ചിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു ഡോക്ടറെ ഒരു അനുഭവം കൂടിയുണ്ട്. പിന്നെ റൂമക്സ് വരാം, സാനിക്കുല ഒക്കെ വരാം. സാനിക്കുല ഇല്ല, റൂമക്സ് വരാം. കുപ്രമെറ്റ് വരാം, ഡ്രോസീറ വരാം. പിന്നെ ലാരിങ്സിന് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ? ലാരിങ്സിന് പ്രോബ്ലം ഉള്ളത്, ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും സംസാരിക്കുമ്പോൾ ചുമക്കുന്നതെന്ന് പറയും. സ്പോഞ്ചിയ ഒരു ഡോക്ടറെ ഒരിക്കൽ എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പുള്ളി ചുമ തുടങ്ങും. അപ്പം അത് സ്പോഞ്ചിയക്കുള്ള പ്രത്യേകത എക്സൈറ്റഡ് വരും. അപ്പൊ എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം തൃശ്ശൂരുള്ള ഒരു ഡോക്ടറാണ്. അവിടെ പണ്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, അന്നോട്ടുള്ള പരിചയം. അപ്പം പിള്ളേരുടെ കാര്യമൊക്കെ പറയാൻ വെറുതെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഫോൺ എടുത്താൽ അപ്പൊ ചുമ തുടങ്ങും. അപ്പൊ 3-4 തവണയപ്പോ ഞാൻ ചോദിച്ച ഡോക്ടറെ, ഈ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ചുമയുണ്ടോ? ഇല്ല, ചുമയൊന്നും ഇല്ല. എന്താണെന്നറിയാമോ? അപ്പൊ അദ്ദേഹം പറയും എന്നോട്, ഇത് എന്താണെന്നറിയാമോ, സംസാരിക്കുമ്പോൾ ഭയങ്കര ചുമ. അപ്പൊ ഞാനത് വെറും സംസാരമായിട്ടല്ല, എന്നെ ഫോൺ വിളിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധത്തിന്റെ പേരിൽ ഉള്ളൊരു എക്സൈറ്റ്മെന്റ്, വെറുതെ ഒരു കാഷ്വൽ ടാക്ക് അല്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊന്നും അല്ല, ഈ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഉള്ളൊരു പരിചയമാണ്. അപ്പം പിന്നെ അദ്ദേഹം ഇപ്പൊ വിളിക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ സ്പോഞ്ചിയ ഒന്ന് കഴിച്ചു നോക്കാൻ. അപ്പൊ എക്സൈറ്റ്മെന്റ്, സംസാരം മാത്രമല്ല അവിടെ എക്സൈറ്റ്മെന്റ് വിത്ത് ടോക്കിംഗ്, അല്ലെങ്കിൽ അതിന് കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ മരുന്നുണ്ട്, നമുക്ക് അത്രയൊക്കെ അറിയാവുള്ളൂ. പിന്നെ നമ്മളപ്പോ റെഫർ ചെയ്തിട്ടൊക്കെ കൊടുക്കും. ചുമയല്ലാതെ സ്കിൻ കംപ്ലൈന്റ് വിന്റർ സീസണിൽ നമ്മള് ഈ ക്രാക്സ് ഒക്കെ ഉണ്ടല്ലോ, യുപ്പൂറ്റിയില് വിള്ളിച്ച ക്രാക്സ്, മനസ്സിലായില്ല.
കാലിന്റെ പാദത്തിന് വിള്ളിച്ച ഉണ്ടാവുന്ന പ്രശ്നമുണ്ടല്ലോ, ആ ക്രാക്സ്. അത് ക്രാക്സ് മഞ്ഞുകാലത്തല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം അത് ഉണ്ടാവും. പെട്രോളിയം ആണല്ലോ നമ്മള് പ്രധാനമായിട്ടും നമ്മുടെ മെഡിസിൻ പെട്രോളിയം ആണ്. റനാങ്കുലസ് സ്ക്ലിയറാസിസ്, റനാങ്കുലസ് പൾബോസ അല്ല, വേറെ ഉണ്ടല്ലോ, അതും കൊടുക്കാറുണ്ട്. പിന്നെ മറ്റേ മാഗ്നറ്റിസ് പോളസ് ആസ്ട്രേലിയസ് അത് കൊടുക്കാറുണ്ട്. പിന്നെ പെട്രോളിയം ആണ് പ്രധാന. വിന്റർ സീസൺ എന്നെടുത്ത് പറയുന്നത് പെട്രോളിയം ആണ്. പെട്രോളിയം ആണ് സാധാരണ വരുന്നത്. പിന്നെ പ്രിമുല അപ്കോണിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ടല്ലോ, അത് കൊടുക്കാറുണ്ട്. ഈ കൈയുടെ വിരലിന്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് വിണ്ട് കയറുന്നതിന് പ്രിമുല ഒപ്കോണിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിൻ. അപ്പൊ അത് അങ്ങനെ തന്നെ ആ കൈയുടെ വിരലുകൾ ബിറ്റ്വീൻ ഫിംഗേഴ്സ് എന്നൊരു സിംറ്റം ഉണ്ട്. അപ്പൊ അത് ഞാൻ റെഫർ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. കൊടുത്തിട്ട് നല്ല ആക്ഷൻ ഉണ്ട്. അങ്ങനത്തെ കേസ് എപ്പോഴും വരാറില്ല. വീണ്ടും വന്നപ്പോൾ കൊടുത്തപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വിരലിന് ഇടയ്ക്ക് വിണ്ട് കയറുകയാണെങ്കിൽ. ക്രാക്സിന് ഗ്രാഫൈറ്റിസ് കുറെ മെഡിസിൻ ഉണ്ട്. ഞാനിപ്പോ ഈ വിന്റർ സീസണുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഇതൊക്കെയാണ്. ഇനി വേറെ എന്താണ് വല്ലതും ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ ചോദിച്ചാൽ പറയാം. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഹലോ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ മഞ്ഞുകാലത്ത് ന്യൂമോണിയ ഉള്ള പനിയൊക്കെ ഒന്ന് ന്യൂമോണിയയായി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. പനി ന്യൂമോണിയ ആയിട്ട് മാറുന്നതിന് നാട്രമോറ് പ്രധാന മെഡിസിൻ എന്ന് പറയുന്ന കാലി അയോഡും ലൈക്കോപോഡിയം കൂടി കൊടുത്താൽ ന്യൂമോണിയ സാധാരണഗതിയിൽ ന്യൂമോണിയയിലേക്ക് പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ കാലി അയോഡും ലൈക്കോപോഡിയം കൂടി കൊടുത്താൽ സാധാരണ പോവാറില്ല. ഇതൊക്കെ ഒരു ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ ആണ്, പോവാറില്ല. കുട്ടികൾക്ക് നമ്മൾക്ക് അങ്ങനെ ആ ഫ്ലയറിങ് ഓഫ് നോസ്ട്രിക്സ് ഒക്കെ ഉണ്ട്. നല്ല സ്റ്റെത്ത് വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര ടെമ്പറേച്ചർ പ്രോൺ ടു ന്യൂമോണിയ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾക്ക് എടുക്കാവുന്ന മെഡിസിൻ ഈ ഇത് രണ്ടും തന്നെയാണ്, കാലി അയോഡും ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്പെസിഫിക് ആണ്. അങ്ങനെ പറയാനുള്ളതിന് ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അവർ കേട്ടില്ലെന്ന് വെക്കാം. ഓൾമോസ്റ്റ് സ്പെസിഫിക് ആണ്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇത് പിന്നെ നാട്രമോറ് ഹോട്ട് ആണെങ്കിൽ നാട്രമോറ് കൊടുക്കാം. പ്രോൺ ടു ന്യൂമോണിയ നാട്രമോറ് ഒരു പ്രധാന മെഡിസിൻ ആണ്. ആള് പേഷ്യന്റ് ഹോട്ടാണെങ്കിൽ പേഷ്യന്റ് ഹോട്ടാണ്. പിന്നെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം വന്നിട്ടുണ്ട്. ഫിംഗേഴ്സിൽ ക്രാക്ക് വന്നാൽ ഏത് മെഡിസിൻ കൊടുക്കാം? കേസിൽ ആന്റിങ്ക്രൂഡ് ഞാൻ വിറ്റമിൻ ഫിംഗേഴ്സ് ആണ് പറഞ്ഞ, മറ്റത് പ്രിമുല ഒപ്കോണിക്ക. ഫിംഗേഴ്സിൽ ഇത് വന്നാൽ ആന്റിങ്ക്രൂഡ് കുപ്പറമെറ്റ് വരും. ക്രാക്സിന് ആ അത് ചിലർക്ക് ഈ സോപ്പിന്റെ അലർജി എന്ന് പറയുമ്പം അത് ഞാനൊരു കേസിലെ സിമെന്റിന്റെ അലർജിക്ക് സിലീഷ്യ കൊടുത്തിട്ടാണ് മാറിയത്. ഒരു തവണ ഇതൊന്നും കൊടുത്തിട്ട് മാറാവുന്നപ്പം സിമെന്റ് എടുത്ത് പൊട്ടൻഡൈസ് ചെയ്തു. എന്നിട്ട് മറ്റേ മോട്ടോറും പെസലിൽ വെച്ച് അരച്ചരച്ച് പലതവണ അതിന്റെ ഒരു പാർട്ട് മാറ്റി പാർട്ട് അത് കൃത്യം അളന്നിട്ടൊന്നുമല്ല, ഒരു പാർട്ട് തൂക്കി എന്നിട്ടില്ല. വീട്ടില് സ്പ്രിംഗ് ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സ്പൂണിന് അളവ് കണക്കാക്കി എടുത്തിടും. അതിന്റെ 9 പാർട്ട് അതേ സ്പൂൺ കൊണ്ട് തന്നെ 9 പാർട്ട് ഷുഗർ മിൽക്കും ചേർക്കും. അങ്ങനെ അങ്ങനെ ഒരു മേസരിക്ക് പലയിടത്ത് അത് ആ പേഷ്യന്റ് നമ്മൾക്ക് പിന്നീട് കുറെ പേഷ്യനെ കൊണ്ട് തന്നു. മെഡിസിനായിട്ട് ഇറക്കിക്കൂടായിരുന്നു. മെഡിസിനായിട്ട് സിമെന്റിനോ എന്ന് പറഞ്ഞ് ഇറക്കായിരുന്നു. അത് പല കമ്പനി ഉണ്ട്, ഡാൽമിയാനോന്നും. അതിന്റെ ഓതർ കെൻഡെന്നൊക്കെ പറയുന്ന പോലെ ഡോക്ടർ ദേവൻ വരൂലേ? അല്ല, ഞങ്ങളങ്ങനെ ഒരു മരുന്ന് ചിക്കൻ ഗുനിയയുടെ സമയത്ത് ഇറക്കിയിട്ടുണ്ട്. ആൽഫ വി ഗുനിയ എന്ന് പറഞ്ഞിട്ട് ഇറക്കി. ഇവിടെ പത്രത്തിലൊക്കെ വന്ന് MB ഇതായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. സെൻട്രൽ CCRത്തിന് അയച്ചു കഴിഞ്ഞപ്പോൾ അവര് നമ്മൾക്ക് 1 വർഷം വരെ ഇത് തടഞ്ഞു വെച്ചിട്ട് ചിക്കൻ ഗുനിയ എല്ലാം പോയപ്പോൾ അത് റിസൾട്ട് ഉണ്ടായി കാണിക്കാനും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മറുപടി വന്നു. ആ മറുപടി കയ്യിലിരിക്കും. CCRത്തിന്റെ സീലും മുദ്രയൊക്കെയുള്ള മറുപടി. അപ്പൊ ചിക്കൻ ഗുനിയ വന്നപ്പോ അവരുടെ സെറ എടുത്തിട്ടാണ്.
അപ്പൊ അങ്ങനെയുള്ള കുസൃതികളൊക്കെ പണ്ടേ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അപ്പൊ ഇതും ഒന്ന് നോക്കായിരുന്നു, ഇതും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. ഇല്ല, ഇത് നോക്കിയില്ല. ഇത് അങ്ങനെ ഒരുപാട് കേസ് സിമന്റ് അലർജി ആയിട്ട് വരാറില്ല. ഈ മേസ്ത്രിമാർക്ക് ആണ് വരുന്നത്. സെപ്പിയ കൊടുക്കാറുണ്ട്, സെപ്പിയായാലും മാറാറുണ്ട്. സൈലീഷ്യ കൊടുക്കുമ്പോൾ മാറുന്നുണ്ട്. സൈലീഷ്യ അമ്പാടിയമ്മ ഇട്ടിരിക്കുന്ന മലാൻഡ്രിന് സോപ്പ് അലർജിക്ക് നല്ല മെഡിസിനാണ്. സോപ്പിനോ? സോപ്പിന്റെ അലർജിക്ക്. ഞങ്ങൾ ആദ്യമാണ് പറയുന്ന ലിക്വിഡ് സോപ്പേ ഉപയോഗിക്കാവുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ചേച്ചിയൊക്കെ പറയാറുള്ള ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാറുള്ളൂ. ഈ ബാർ സോപ്പ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് അത് മാറ്റുമ്പോൾ തന്നെ നമുക്കത് ചേഞ്ച് വരും. പിന്നെ അവരുടെ സിംറ്റം നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കും. സിംറ്റം ചിലപ്പോൾ പെട്രോളിയം ആയിരിക്കും. അല്ല, മലാൻഡ്രിൻ നല്ലതായിരിക്കും. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നല്ലതാണ്. എനിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയില്ല. ആദ്യം ചെയ്യേണ്ട ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാൻ പറയുക. ഈ പൊതുവെ ഇങ്ങനെ ബാറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഇത് കൂടുന്നത്. ലിക്വിഡ് സോപ്പ് ആകുമ്പോൾ അത്രയും വരുന്നില്ല. അപ്പം അതാണ് ആദ്യത്തെ ഫസ്റ്റ് ഇത്. പിന്നെ മെഡിസിനും കൂടി എന്തെങ്കിലുമൊക്കെ സിംറ്റം നോക്കിയിട്ട് കൊടുക്കുമ്പോൾ കുറയും. ശാന്താചന്ദ്രൻ മാഡം സിമന്റ് 30 അങ്ങനെ മെഡിസിൻ ഇപ്പൊ ഉണ്ടോ? ശാന്താചന്ദ്രൻ മാഡം സിമന്റ് 30 അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടോ ഇപ്പോ? എനിക്കറിയില്ല കേട്ടോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മുടെ ഫാർമസിയിൽ ഉണ്ടായിരുന്നു, എന്റെ കയ്യിലുണ്ട് സിമന്റ് 30. ആണോ? അപ്പൊ ഉണ്ടെന്ന് കേട്ടോ. അതേ ഡോക്ടറെ, നേരത്തെ ഉണ്ടായിരുന്നു ഫാർമസിയിൽ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഇപ്പോൾ അന്ന് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നോക്കി, അന്ന് ഈ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതിരുന്നോണ്ട് സെർച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. മെറ്റീരിയൽ മെഡിക്കൽ ഇല്ലായിരുന്നു. ശാന്താചന്ദ്രൻ മാഡം എന്തോ കേക്കാവോ? സിമന്റ് 30 ഉണ്ട്. സിമന്റ് 30 കിട്ടും. സിമന്റ് അലർജി, സിമെന്റിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സ്കിൻ കംപ്ലൈന്റിനൊക്കെ സിമന്റ് 30 നല്ലതാണ്. പിന്നെ ഈ ഹോട്ട് സീസണില് നമുക്ക് ഈ വിന്ററില് വരുന്ന ത്രോട്ട് കംപ്ലൈന്റ് സിസ്റ്റസ് നല്ല മെഡിസിനാണ്. സിസ്റ്റസ് 30 ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ എപ്പോഴും ഒരു ത്രോട്ട് കംപ്ലൈന്റിനെ സിസ്റ്റസ് നല്ലതാണ്. പിന്നെ അക്കണൈറ്റ് ഹെപ്പാർ സൾഫ് സ്പോഞ്ചിയ, അക്കണൈറ്റ് ബ്രയനിയ ഹെപ്പാർ സൾഫ് അങ്ങനെ വരും. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഈ രാവിലെ വെളുപ്പിനെ എണീറ്റ് ബൈക്കിൽ പോയി നടക്കാൻ പോയി വന്നു കഴിഞ്ഞപ്പോ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അതിന് ചെലിഡോണിയ നല്ല മെഡിസിൻ. ചെലിഡോണിയ. പിന്നെ നമ്മള് ഹോട്ട് ഡേയ്സ് ആൻഡ് തണുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൾ ക്യാമറ വരുമല്ലോ. ഡൾ ക്യാമറ വരും. വെതർ ഹോട്ട്. റെയിനി സീസൺ അല്ലെങ്കിലും രണ്ട് ക്ലൈമറ്റ്, ഒരു ക്ലൈമറ്റിൽ നിന്ന് മാറി ഒരു ക്ലൈമറ്റ് വരെ. ഇപ്പൊ AC സിസ്റ്റസ് പൊട്ടൻസി 30, AC കിടക്കുന്ന അപ്പൊ രണ്ട് ഇതല്ലേ വരുന്ന, ചൂടും AC കൂടെ. അങ്ങനെയുള്ളവർക്ക് ഡാൾ ക്യാമറ കൊടുക്കുമ്പോൾ ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. മാഡം ഇപ്പൊ പറഞ്ഞ കുറച്ച് മെഡിസിൻ ദേവൻ ഡോക്ടർ പറഞ്ഞു. സ്പോഞ്ചിയൊക്കെ പറഞ്ഞു. എല്ലാവരും മിക്കവാറും പറഞ്ഞു കഴിഞ്ഞു. സിസ്റ്റേഴ്സ് ആണ് പിന്നെ പറയാഞ്ഞത്. സിസ്റ്റേഴ്സ്. ഓക്കെ. ഓക്കെ മാഡം, നന്ദി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഹോട്ട് ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ്സ്. അതാണ് ഡൾ ക്യാമറ. നമ്മള് ഡാമ്പ് ഒന്നും ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഹോട്ട് ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ്സ് അത് ബ്രയോണിയക്കല്ലേ കൂടുതൽ. റയോണിയൊക്കെ ഉണ്ട്, ഡൾ ക്യാമറ ഉണ്ട്. അത് ഡ്രൈ കോൾഡ്. ഓക്കെ. അപ്പോഴ് ഹരിഹരൻ സാറിന് എന്താ പറയാനുള്ളത് നോക്കാം. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹരിഹരൻ സാറെ പറഞ്ഞോളൂ. ഇതെല്ലാം നിങ്ങളുടെ എല്ലാം കേട്ടോണ്ടിരുന്നു. ഇടയ്ക്ക് ഞാൻ മാറിപ്പോയി. എന്നാലും സൗണ്ട് കുറവുള്ള പോലെ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേക്കാം. ആദ്യം ഇത്തിരി സൗണ്ട് കുറവായിരുന്നു തുടക്കം. ഇപ്പൊ കേൾക്കാവോ? കേക്കാം. ഇത് നമ്മള് ഇങ്ങനെ ഈ മഞ്ഞുകാലം എന്നുള്ളത്
വെച്ച് എടുക്കണ്ട. എന്നാ എൻ്റെ ഒരു ഇത് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാല് അഗ്രവേഷൻ ബൈ കോൾഡ് ആ റൂബ്രിക് എടുക്കണം. അഗ്രവേഷൻ ബൈ കോൾഡ്. അഗ്രവേഷൻ ബൈ കോൾഡ് എടുത്താൽ നമുക്ക് കുറേ മെഡിസിൻസ് ഉണ്ട്, ധാരാളം മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഈ അമിലിറേഷൻ ബൈ വാം, അമിലിറേഷൻ ബൈ വാം, പിന്നെ അഗ്രവേഷൻ ബൈ കോൾഡ് എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ എല്ലാത്തിലും കിട്ടുന്നുണ്ട്. അപ്പൊ മഞ്ഞുകാലത്ത് നമുക്ക് സാധാരണ എങ്ങനെന്താ അനുഭവപ്പെടുന്നത്? പകലൊക്കെ ചൂട്, രാത്രിയിൽ തണുപ്പ്, വയ്യാറാകുമ്പോഴത്തേക്ക് തണുപ്പ്. അപ്പോൾ അഗ്രവേഷൻ ബൈ കോൾഡും അമിലിറേഷൻ ബൈ ഹോട്ടും. അപ്പൊ അങ്ങനെ വന്ന് കുറെ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൊഡാലിറ്റീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ. ഇപ്പോ ഇത് ഈ വിമ്മിഷ്ടം, കുട്ടികളുടെ വിമ്മിഷ്ടം തന്നെ എടുക്കുക. ധാരാളം കുട്ടികളെ നമുക്ക് ചുമ വിമ്മിഷ്ടമായിട്ട് മഞ്ഞുകാലത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോ എൻ്റെ അനുഭവത്തിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ നാട്രൽ സൾഫാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നാട്രൽ സൾഫ്. അപ്പോൾ ഇങ്ങനെ ഈ ചുമയായിട്ട് കൊണ്ടുവരുമ്പം നമ്മൾ അതിൻ്റെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് കേസ് എടുക്കും. ആ കേസ് എടുക്കുമ്പം ആ കുട്ടിയുടെ ആ തെർമൽ വെച്ചുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ചുമയായിട്ട് നമ്മുടെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ 4-5 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ട്രീറ്റ്സ്. ചില കുട്ടികൾ കാണാൻ മേലെ കുളിക്കുന്നതിന് തീരെ ഇഷ്ടമില്ല. തീരെ വെച്ചാൽ ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം ദേഹത്ത് ഒഴിക്കുന്നത് ഇഷ്ടമില്ല. അതേസമയം ചെറു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് സുഖമാണ്. അങ്ങനത്തെ കുട്ടികളാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. അതായത് ഈ കുട്ടി മിക്കവാറും ചില്ലിയായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി ചില്ലിയാണ്. അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് നമ്മൾ ചോദിക്കണം, ഈ കൊച്ചെങ്ങനാണ്? രാത്രി ഫാൻ ഇട്ട് കിടക്കുമോ, ഫാൻ ഇടാതെ നിർബന്ധമുണ്ടോ, ഏതിനാണ് കാര്യം ചോദിക്കുന്നത്. അപ്പൊ പറയുകയാണ് ഈ ഫാൻ വേണ്ട, ഇല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് പുതച്ച് കിടക്കണം. അപ്പൊ നമുക്ക് ആദ്യം കിട്ടി തണുത്ത വെള്ളത്തിൽ കുട്ടിക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല, രാത്രി കിടക്കുമ്പോൾ ഫാൻ വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളും നമ്മുടെ മനസ്സിൽ വരും. അതില് അങ്ങനെ വരുമ്പോ പിന്നെ കുടിക്കുന്ന പാല്, അതിന് ചൂട് വേണോ അതോ തണുപ്പിച്ച് വേണോ? അപ്പൊ ചെറു ചൂട് മതി എന്നുള്ള ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷഡോന്ന് തന്നെ ആഴ്സനിക്കത്തിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വേറെ മരുന്നുണ്ട്, ആഴ്സനിക്കമുണ്ട്. ആഴ്സനിക്കത്തിന് ഉണ്ട് കാലി കാർബുണ്ട്, സിലീഷ്യയുണ്ട്, കാൽക്കേരിയ കാർബുണ്ട്, ഇങ്ങനെ പല മരുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുമ്പം സിലീഷ്യ എടുത്തെന്ന് വിചാരിച്ചു. സിലീഷ്യ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില്ലി ആയിരിക്കുകയും ചെയ്യും, അതോടൊപ്പിച്ച് തന്നെ ഹെഡ് സ്വെറ്റിങ് ഉണ്ടാകും. ആ കുട്ടിക്ക് നമുക്ക് സിലീഷ്യ ഞാൻ സാധാരണയായിട്ട് 0/3 ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ അത് അല്ല, ഈ കുട്ടിക്ക് തന്നെ ദേഹം മുഴുവൻ വിയർക്കുന്ന കുട്ടിയാണ്, അതുപോലെ തന്നെ കുറച്ച് ഫാറ്റിയാണ്, ഫ്ലാബിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ ഇതുപോലെ ഈ പാലിനോടൊരു അവേർഷൻ, എഗ്ഗിനോട് ഒരു സ്ലൈറ്റ് ഒരു ക്രേവിങ്, ഇതെല്ലാം വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്ത് കാൽക്കേരിയ കാർബിലേക്ക് പോകാൻ പറ്റും. ഈ കാൽക്കേരിയ കാർബിന് ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങളുടെ പറയാം. കാൽക്കേരിയ കാർബ് 200 ഒരിക്കലും കൊടുക്കരുത്. എന്നാൽ എൻ്റെ ഈ കുട്ടികൾക്ക് കാൽക്കേരിയ കാർബ് 200 കൊടുക്കുന്നത്. അതേസമയം ഈ 0/3 കൊടുക്കാം. ഈ 0/3 ഇതുപോലെ തന്നെ ഒരൊറ്റ ഡോസ് അതെടുത്ത് ഒരു 1 ounce 2 ounce വാട്ടറിൽ ഇട്ടിട്ട്
3 നേരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സിംറ്റംസ് അത് വാട്ട് എവർ ഇറ്റ് മേ ബി, അതായത് ചിലപ്പോൾ ഡയറിയ ഉണ്ടെങ്കിൽ ഡയറിയായി മാറും, ചുമയും മാറും, എല്ലാം മാറും. സിലീഷ്യ ഇതുപോലെ തന്നെയാണ്. സിലീഷ്യക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചുമ മാറും. പിന്നെ ഇതല്ല, ഈ കുട്ടി തന്നെ ചുമ അമ്മമാരുടെയൊക്കെ നമ്മൾ ചോദിക്കുക ഇതിന്റെ ശബ്ദം എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവർ പറയുകയാണ് ഇവൻ തൊണ്ട കുത്തിയാണ് ചുമക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും തൊണ്ട കുത്തി ചുമക്കുന്നതിന് എൻ്റെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും നല്ല മരുന്ന് ആഴ്സനിക്കാണ്. പിന്നെ റൂമെക്സ് ഉണ്ട്. ഈ റൂമെക്സിന്റെ പ്രത്യേകതയും ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്വല്പം സംസാരിക്കുമ്പോഴോ അങ്ങനെയാണെങ്കിൽ പോലും റൂമെക്സ് പെട്ടെന്ന് ചുമ വരും. പിന്നെ ഇത് തന്നെ ചുമച്ചിട്ട് ഇതിന്റെ പരോക്സിസം നോക്കണം. പരോക്സിസം നോക്കുമ്പോൾ ചുമച്ച് ഓക്കാനിക്കുന്നെങ്കിൽ മെഡിസിൻ നമുക്ക് ഡ്രൊസേറയിലേക്ക് പോകാൻ പറ്റും. അല്ല, ചുമച്ച് ഈ കുട്ടി 2 or 3 പരോക്സിസം, അത്ര വലിയ പരോക്സിസം ഇല്ല, എന്നാലും പരോക്സിസം ഉണ്ട്, എന്നിട്ട് വൊമിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് നേരെ എപ്പിക്കാക്കിലേക്ക് പോകാം. പിന്നെ ഈ ഡ്രൊസേറ പോലെ തന്നെ ഒരു മരുന്നാണ് മെഫൈറ്റിസ്. ഈ മെഫൈറ്റിസ് ഞാൻ സാധാരണയായിട്ട് ഡ്രൊസേറയുടെ ഒരു ഏതാണ്ട് സെയിം പോലെയാണ് ഞാൻ മെഫൈറ്റിസിനെ കണക്കാക്കിയിരിക്കുന്നത്. ഡ്രൊസേറ കൊടുത്ത് കുറഞ്ഞില്ല എങ്കിൽ ഞാൻ മെഫൈറ്റിസിലേക്ക് പോകും. പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഈ മഞ്ഞുകാലത്ത് പനി വരും, ചുമ വന്നു കഴിഞ്ഞ് വിമ്മിഷ്ടത്തിലേക്ക് പോകും. അത് അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ കേസ് എടുത്തിട്ട് ഞാൻ സാധാരണയായിട്ട് വിമ്മിഷ്ടം കൂടെ വരുന്നെന്ന് വിചാരിച്ചോളുക. സ്ഥിരമായിട്ട് അങ്ങനത്തെ കുട്ടികളെയാണല്ലോ നമ്മുടെ കലൊക്കെ കൊണ്ടുവരുന്നത്. പലതും പയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊണ്ടുവരുന്നത്. അത് ഹോട്ട് ആയിട്ടുള്ള കുട്ടിക്ക് തണുപ്പ് കാലത്ത് ചുമ വരികയാണെങ്കിൽ നാട്രോസൾഫ് ബെസ്റ്റ് മെഡിസിൻ ആണ്. അത് നാട്രോസൾഫ് 10 കൊടുക്കണം, കഴിക്കരുത്. നാട്രോസൾഫ് 10 കൊടുക്കണം. 10 തന്നെ കൊടുത്തോണ്ട് നാട്രോസൾഫ് തന്നെ 6x കണ്ടിന്യൂ ചെയ്യാം. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇത് ക്രോണിക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് സൈലീഷ്യ ഞാൻ അക്യൂട്ട് പറഞ്ഞെങ്കിലും ഈ ഞാൻ മുമ്പേ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട കുട്ടികളാണെങ്കിൽ സിലീഷ്യ 10 കൊടുക്കും. 10 കൊടുത്തിട്ട് സിലീഷ്യ 6x കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ആകുമ്പോഴും അത് കുറയും. അത് കാൽക്കേരിയ കാർവ് ആണെങ്കിൽ അക്യൂട്ട് മുമ്പേ പറഞ്ഞു, ക്രോണിക് ആണെങ്കിൽ കാൽക്കേരിയ കാർവ് 10 കൊടുക്കണം, 1 ഡോസ് കൊടുക്കണം. 1 ഡോസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ കാൽക്കേരിയ കാർവിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടി നമ്മൾ കാൽക്കേരിയ കാർവ് 10 കൊടുത്തു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ കണ്ടിടത്തോളം പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ കുറച്ച് നാളങ്ങനെ അങ്ങോട്ട് കഴിയുമ്പോൾ, കുറച്ച് ദിവസം, ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. പിന്നെ ഈ കാൽക്കേരിയ കാർവ് കുട്ടി കൊടുക്കുമ്പോഴത്തേക്ക് വി മസ്റ്റ് ബി വെരി കോഷ്യസ്. ഈ ചില കുട്ടികളുണ്ട് പ്രസവം കഴിഞ്ഞിട്ട്, ചില ഇൻഫൻസ് പ്രസവം കഴിഞ്ഞ ഉടനെ നമ്മുടെയൊക്കെ കൊണ്ടുവരുമ്പോൾ എന്താ പറയുന്നവര്? അവർ പറയും, ഡോക്ടറെ കുഞ്ഞിന്റെ കുറുങ്ങൽ മാറുന്നില്ല, എന്ത് മരുന്ന് കൊടുത്തിട്ടും മാറുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് ഒത്തിരി കൊടുത്തു മാറുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറുങ്ങലോടുകൂടി നമ്മുടെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ വേർതിരിച്ചുകൊണ്ട് കാൽക്കേരിയ കാർവ്
0/3 ഒരു ഡോസ് 3 സ്പൂൺ വെള്ളത്തിൽ എടുത്തിട്ട് 1 സ്പൂൺ കൊടുക്കണം. ഒരാഴ്ചത്തേക്കുള്ള PL എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും PL ഡ്രോപ്പ് ഡോസ് നമ്മുടെ കുപ്പിക്കകത്ത് കിട്ടുമല്ലോ, അതും കൊടുത്തു വിടണം. ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്, മെഡിസിൻ ചേഞ്ച് ചെയ്യരുത്. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കുറുങ്ങൽ കുറഞ്ഞു വരും. അത് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ വരുന്ന ഹെഡ് സ്വെറ്റിങ് മാത്രം ആയിട്ട് വരുവാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ സിലേഷ്യയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള ഈ ക്ലൈമറ്റിലൊക്കെ വരുന്നതിൽ നമ്മൾ ക്രോണിക്കും അക്യൂട്ടും ആയിട്ട് നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്രോണിക് ആണെങ്കിൽ നമുക്ക് ഹൈ പൊട്ടൻസി ഉപയോഗിക്കാം, അക്യൂട്ട് ആണെങ്കിൽ നമ്മൾ ലോ പൊട്ടൻസി ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ചില കേസിൽ ഈ 15 millismol പൊട്ടൻസി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നാട്രൽ സൾഫർ ആസ്മ ക്യൂർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ നാട്രൽ സൾഫാണ്. ഞാൻ ധാരാളം കേസ് ക്യൂർ ചെയ്യുന്ന നാട്രൽ സൾഫിലാണ് എനിക്ക് കൂടുതൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആസ്മ ട്രീറ്റ് ഞാൻ നീണ്ടുപോകുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ കൈവെക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞോ അത്രേ ഞാനപ്പോ ആർക്കെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഹരിഹരൻ സാറ്. അപ്പോഴേ മറ്റു ഡോക്ടേഴ്സിന് ഇപ്പൊ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് ഹരിഹരൻ സാർ പറയുന്നത്. അപ്പോഴേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ, ഇപ്പൊ ഹരിഹരൻ സാറുണ്ട്, മറ്റ് സീനിയർ ഡോക്ടേഴ്സ് അമ്പാടിയമ്മയുണ്ട്, ശാന്താചന്ദ്രൻ മാഡം ഉണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അവരവരുടെ കേസില് ഈ എന്താണ് മഞ്ഞുകാല രോഗങ്ങളാണ് നമ്മളെ ചർച്ചാ വിഷയം, എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്യണം. അല്ലാതെ നമുക്ക് അറിയത്തില്ല. ഹാൻഡ് റൈസ് ചെയ്താൽ അപ്പോഴേ അവസരം തരുന്നതായിരിക്കും. അതുവരെ ഹരിഹരൻ സാർ തുടരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ, എന്നാലേ നമുക്കറിയാൻ പറ്റും. അപ്പൊ അല്ലെങ്കിൽ അതുവരെ സാർ പറയും. ഓക്കെ. നാട്രൽ സൾഫർ നമ്മള് ഈ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് നമുക്ക് കിട്ടി, അതിന്റെ തെർമൽ റിയാക്ഷൻ ഒക്കെ കറക്റ്റ് ആണ് എങ്കില് അതില് അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്രൽ സൾഫർ ഏത് പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്? ക്രോണിക്കിന് 10 പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്. 10 പൊട്ടൻസി, അത് ഷാബയുടെ 10 പൊട്ടൻസി ഞാൻ മെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പീസ്, ഒറ്റ പീസ് പേഷ്യൻ്റെ ക്ലിനിക്ക് വരുവാണെങ്കിൽ അത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കിയിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ അവിടെ വെച്ച് തന്നെ കൊടുക്കും. അല്ല കൊടുത്തു വിടുവാണെങ്കിൽ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തേ. ഈ വേറെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ ആസ്മ കേസ് നമ്മൾ ചികിത്സിക്കുമ്പോൾ നാട്രൽ സൾഫറിനെ കൊടുത്തെന്ന് വിചാരിച്ചോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ അത് നാട്രൽ സൾഫർ വേർതിരിച്ച് അറിയാനായിട്ടൊരു ഒരു പ്രത്യേക മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ അതായത് നാട്രൽ സൾഫർ പേഷ്യൻ്റ് പൊതുവേ ഹോട്ട് പേഷ്യൻസ്, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, നാട്രൽ സൾഫർ പേഷ്യൻ്റ് പൊതുവേ ഹോട്ട് പേഷ്യൻ്റ് ആണ്. പക്ഷേ നാട്രൽ സൾഫിൻ്റെ സിംറ്റംസ് എല്ലാം അഗ്രവേറ്റഡ് ബൈ കോൾഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ സാധാരണ ഹോട്ട് പേഷ്യൻസിനെല്ലാം തണുപ്പ് കൊണ്ടാണ് അമിലിറേഷൻ കിട്ടേണ്ടത്. പക്ഷേ നാട്രൽ സൾഫർ പേഷ്യൻസിന് തണുപ്പ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യുക ചെയ്യും. അതിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് പറയുകയാണ്, നമ്മുടെ പകലെങ്ങും അവന് ചുമയില്ല ഡോക്ടറെ, ചുമയില്ല, വിമ്മിഷ്ടവും ഇല്ല, ഒന്നുമില്ല പകൽ. അപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, പകലെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്? അതൊരു 10 മണിയാകുമ്പോൾ, ഇല്ലെങ്കിൽ 8 മണി 9 മണിയാകുമ്പോൾ. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം, അഗ്രവേഷൻ ഉണ്ടാകുന്നത് ഏർലി മോർണിംഗിലാണ്. അഗ്രവേഷൻ ഉണ്ടാകുന്നത് അതായത് തണുപ്പ് അടിക്കുമ്പോഴാണ് അവന് ഈ ചുമ വിമ്മിഷ്ടമൊക്കെ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചുള്ള. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് നാട്രൽ സൾഫർ ഇൻവേരിയബിളി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞില്ല. അതുകൊണ്ട് അപ്പം ആദ്യം ചില പേഷ്യൻസിന് കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ നാട്രൽ സൾഫർ കൊടുത്ത് ഒരു 3 ആഴ്ചയൊക്കെ നല്ല കുറവ് കിട്ടും. നല്ല കുറവ് കിട്ടും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ കുറയത്തില്ല. അപ്പോൾ നമ്മുടെ കൈ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട മരുന്ന്
തൂജയാണ്. തൂജ അതായത് തൂജയും നാച്ചുറൽ സെൽഫിന്റെ ശരിക്കുള്ള ഫോളോവല് ഈ തൂജ ബെസ്റ്റാണ്. തൂജ സ്റ്റാർട്ട് ചെയ്യണം. 10 ഒരു ഡോസ് കൊടുക്കണം. ഒരു ഡോസ് കൊടുക്കുമ്പോൾ അത് ഈ ചുമ വിമ്മിഷ്ടം പിന്നെ ഉണ്ടാകത്തില്ല. സപ്പോസ് തൂജയം കൊടുത്തു 2 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പേഷ്യന്റ് വന്നു എന്ന് വിചാരിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ദാറ്റ് ഈസ് ട്യൂബർകുലിൻ. 10 ഒരു ഡോസ് കൊടുക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ട്യൂബർകുലിൻ 10 കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ആൾ ഈ ആസ്മാറ്റിക് കേസസ് ആർ ട്യൂബർകുലർ മയാസം. അപ്പം അതിലേക്ക് നമ്മളെ പതുക്കെ നമുക്ക് ട്രാവൽ ചെയ്ത് ആ മയാസത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ആ ട്യൂബർകുലിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാറില്ല സാധാരണ. പിന്നെ ട്യൂബർകുലിൻ കൊടുത്തോണ്ടിരിക്കെ തന്നെ ചില പേഷ്യൻസിന് ചിലപ്പോൾ ചില സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ, ചുമയോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ആഴ്സനിക് അയോഡ് കൊടുക്കും. ആഴ്സനിക് അയോഡ് എന്ന് പറഞ്ഞാല് അതൊരു സ്യൂഡോസോറിക് റെമഡിയാണ്. ആഴ്സനിക് അയോഡ് കൊടുത്താൽ ആ കുട്ടിക്കുണ്ടാകുന്ന ചുമ, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ എല്ലാം സബ്സൈഡ് ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത പനിയായിട്ട് നമ്മളൊക്കെ കൊണ്ടുവരും. പല മരുന്നുകളും അവർ കൊടുത്തിട്ടുണ്ടാവും, അലോപ്പതിയോ ആയുർവേദമോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഇവന് എന്നും പനിയാണോ, എന്നും പനിയും ചുമ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ട്യൂബർകുലിൻ 10 ഒരു ഡോസ് കൊടുക്കുകയും അതിന്റെ കൂട്ടത്തില് ആഴ്സനിക് അയോഡ് 0/3 കണ്ടിന്യൂ ചെയ്യണം. 0/3 ഇല്ല എങ്കിൽ ആഴ്സനിക് അയോഡ് 6x കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പിന്നെ റിക്കവർ ചെയ്യില്ല. ബിക്കോസ് ഇതാണ് ഒരു ആഴ്സനിക് അയോഡ് ഒരു സ്യൂഡോസോറിക് റെമഡിയാണ്. പിന്നെ അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ സെൽഫിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് തൂജായിൽ പോയി ട്യൂബർകുലിനത്തിൽ അവസാനിച്ചു. ഇത് തന്നെ നമുക്ക് സിലീഷ്യയ്ക്കും കാൽക്കേരിയ കാർബിനും ബാധകമാണ്. സിലീഷ്യ ഇതുപോലെ തന്നെ നമ്മൾ ക്രോണിക് ആയിട്ട് 10 ഡോസ് കൊടുത്തു. ചുമ, വിമ്മിഷ്ടം, മിക്കവാറും കുട്ടികൾക്കെല്ലാം ഇപ്പൊ അലർജിയാണ്. നമ്മൾ IgE ഒക്കെ നോക്കുമ്പോൾ 2000, 1500 കാണുന്നത് IgE കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ we must find out the exact constitution. സിലീഷ്യ ഒക്കെ വണ്ടർഫുൾ റെമഡിയാണ്. അത് 10 നമ്മൾ ഒരു ഡോസ് കൊടുത്തോണ്ട് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞോ മറ്റോ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ വിമ്മിഷ്ടം. ഇതിന്റെ കൂട്ടത്തില് എക്സാസർബേഷൻ ഉണ്ടാവാം. അത് ഞാൻ പറയാം. അതായത് ഏത് ക്രോണിക് ഡിസീസ് നമ്മൾ ചികിത്സിക്കുമ്പോഴും അക്യൂട്ട് എക്സാസർബേഷൻസ് ഉണ്ടാകും. അതെന്തുകൊണ്ടുണ്ടാകുന്നു? അതുണ്ടാവാൻ കാര്യം എന്താന്ന് വെച്ചാൽ ഈ സറൗണ്ടിങ്സിന് ഭയങ്കര പ്രാധാന്യമാണ് കുട്ടികളുടെ മേലെ. ഉദാഹരണം ഞാൻ പറയാം. ഈ കുട്ടി തന്നെ ഇപ്പൊ വിമ്മിഷ്ടമൊന്നും ഇല്ലാന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഒരു ഫംഗ്ഷന് പോകുന്നത്, ഒരു കല്യാണത്തിന് പോകുന്നു. അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കുന്ന കുട്ടി ഐസ്ക്രീം കഴിക്കുമെന്ന് വിചാരിച്ചോളൂ. അപ്പോഴത്തേക്ക് ഈ ചുമ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അതാണ് അക്യൂട്ട് എക്സാസർബേഷൻ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ചുമയും വിമ്മിഷ്ടം ആയിട്ട് നമ്മളൊക്കെ കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ അക്യൂട്ട് റെമഡി ആയിട്ട് ആഴ്സനിക്ക ഉപയോഗിക്കാം, എപ്പിക്കാക്ക് ഉപയോഗിക്കാം, കാർബോവേക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ചില ടിഞ്ചേഴ്സും ഉപയോഗിച്ച് നമുക്ക് അത് സബ്സൈഡ് ചെയ്യാൻ പറ്റും. അത് ആ എപ്പിസോഡ് അങ്ങോട്ട് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. പഴയ പോലെ പ്ലാസിബോ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ഈ എക്സാസർബേഷൻ ഉണ്ടാകാം. ആ സമയത്ത് നമ്മളത് മാനേജ് ചെയ്യണം. അവിടാണ് നമ്മുടെ സ്കില്ല് കാണിക്കേണ്ടത്. അങ്ങനെയുള്ള കേസുകളിലാണ് ഏത് ക്രോണിക് കേസ് ചികിത്സിക്കുമ്പോഴും ഈ സ്കിൻ ഡിസീസ് ആണെങ്കിലും ചികിത്സിക്കുമ്പോഴും
ഈ എക്സാസർബേഷൻസ് വരും. അപ്പോഴും നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ആ എക്സാസർബേഷൻസ് മാറ്റണം. ഇത് ഈ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആസ്തമാറ്റിക് കേസിന് ഈ പഥ്യം ഒരു പ്രധാന ഘടകമാണ്. അതായത് മെയിൻറ്റെയിനിങ് കോസ്. ഈ മെയിൻറ്റെയിനിങ് കോസ് ഒരു പ്രധാന ഘടകമാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അതിപ്പം നമ്മൾ ഹോമിയോ ഡോക്ടർമാരാണ് ഇതിനകത്തുള്ള എല്ലാവർക്കെല്ലാം അറിയാം. എന്നാലും ഞാനൊന്ന് പറയുകയാണ്. അതായത് മീനുകളിലെ കൊഞ്ച്, അയല, ഞണ്ട്, കക്ക, ഇറച്ചി ഇത്ര സാധനം കുടിപ്പിക്കരുത്. ഈ ഷെൽ ഫിഷുകള് മീനുകളിൽ കൊഞ്ച്, അയല, ഞണ്ട്, കക്ക, ഇറച്ചി ഇത്ര സാധനം ഈ കുട്ടികൾക്കാണെങ്കിലും വലിയവരാണെങ്കിലും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങള് ചൂടാക്കാതെ കഴിക്കാൻ പാടില്ല. കഴിയുന്നത്ര കൊടുക്കരുത്. പിന്നെ ബേക്കറി സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പർട്ടിക്കുലറായിട്ട് ഞാൻ പറയുന്നു ചോക്ലേറ്റ്. കഴിഞ്ഞ ദിവസം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കുട്ടിയെ എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഒരു 6 വർഷം മുമ്പ് മരുന്ന് കൊടുക്കുക ആസ്മയ്ക്ക്. അത് എല്ലാം മാറി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഈ കുട്ടിക്ക് വിമ്മിഷ്ടം വന്നു, 6 മാസത്തിന് മുമ്പ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇപ്പൊ ഇത് വരാൻ കാര്യം? ഞാൻ ആ കുട്ടിക്ക് കുറെ പഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെന്താ? അപ്പൊ ആ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മമ്മയുണ്ടായിരുന്നു, അമ്മമ്മ പറഞ്ഞു അത് ഇവളുടെ അപ്പൂപ്പൻ ഇഷ്ടം പോലെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, അതാണ് ഈ കൊച്ചു മുഴുവൻ തിന്നുന്നത്. ഞാൻ പറഞ്ഞു അപ്പം പിന്നെ വരാതിരിക്കത്തില്ല. ഇനി ഞാൻ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആ അപ്പൂപ്പൻ്റെ ഒക്കെ പറയണം ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് പിന്നെ അതുപോലെ തന്നെ വേറെ സാമ്പ്രാണിത്തിരി വീട്ടിൽ കത്തിക്കരുത്. സാമ്പ്രാണിത്തിരി എന്ന് പറയുന്ന സാധനം വിഷപ്പുകയാണ്. ഒരു വീട്ടിൽ അത് കത്തിച്ചാൽ ഏതെങ്കിലും ഈ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ, അലർജിക് ഉണ്ടെങ്കിൽ ചുമയ്ക്കും, ശ്വാസം മുട്ടും. വീട്ടിൽ പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാർഡ് പെർഫ്യൂംസ് ഉപയോഗിച്ചാലും ഈ ഉള്ള കുട്ടിക്ക് ചുമ വരും. പിന്നെ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു സാധനവും വീട്ടിൽ വെക്കരുത്. വീട്ടിൽ വെച്ചാലും ഇതുപോലെ തന്നെ കുട്ടിക്ക് ചുമ വരും. അപ്പം ഇതെല്ലാം ഇതിൻ്റെ മെയിൻറ്റെയിനിങ് കോസാണ്. അത് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ രോഗം ഭേദമാകത്തില്ല. ഇത് സെയിം തിങ് ആണ് സ്കിൻ ഡിസീസിലും. സ്കിൻ ഡിസീസ് മിക്കവാറും സ്കിൻ ഡിസീസസ് ഒക്കെ അലർജിക് സ്കിൻ ഡിസീസസ് ഒക്കെ. ആ അലർജി സ്കിൻ ഡിസീസ് നമ്മളെ സമയം ഏതാണ്ട് കഴിയാറായി. സ്കിൻ ഡിസീസ് ഇനിയിപ്പോ ഇന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. എന്നാ സ്റ്റോപ്പ് ചെയ്തേക്കാം. ആഫ്റ്റർ സൈലീഷ്യ ടെന്നം വാട്ട് ടു ഗീവ്, അതേതായിരുന്നു? സൈലീഷ്യക്ക് ശേഷം പിന്നെയും അസുഖം പിന്നെയും വരുവാണെങ്കിൽ ട്യൂബർകുലിൻ ടെന്നം ഒരു ഡോസും, നേട്രോസൾഫ്, തൂജ, ട്യൂബർകുലിനും, അതുപോലെ തന്നെ സൈലീഷ്യ കഴിഞ്ഞും ട്യൂബർകുലിൻ. ഓക്കെ, അപ്പൊ ഇന്ന് നല്ലൊരു ചർച്ചയായിരുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടറെ. നമ്മുടെ ചർച്ച തുടങ്ങിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അരവിന്ദ് സാറ് തന്നെ ആസ്മയിൽ മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കി സ്കിന്നും എല്ലാം ഇനി കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നല്ലൊരു ചർച്ചയാണ് നടന്നത്. അതിൽ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞിട്ട്, സംസാരിക്കുമ്പോൾ ചുമയ്ക്കുന്നെന്ന് പറഞ്ഞതിന്റെ കാർബോവിജും ഫോസ്ഫറസും നല്ലതാണ്. കാർബോവിജും ഫോസ്ഫറസും സംസാരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ ഈ ഹൈപ്പറിക്കം ഫോഗി വെതറിന് നല്ലതാണ്, ശ്വാസം മുട്ടലിനും ചുമയ്ക്കും, അതേപോലെ ക്രാക്ക് സോൾസില് ക്രാക്ക് വരുന്നതിനും ഹൈപ്പറിക്കം നല്ല. സരസപ്പാരില ഉണ്ടല്ലോ, ബെസ്റ്റ് മെഡിസിൻ ഈ ക്രാക്കിന്. സരസപ്പാരില അതിന്റെ അനുഭവത്തിലുള്ളതാണ്. വേറെ ഒത്തിരി മരുന്ന് ഡോക്ടർ ദേവനൊക്കെ പറഞ്ഞ പോലെ
പെട്രോളിയം. ഈ പെട്രോളിയം എന്നൊക്കെ പറയുന്ന മെഡിസിൻ എൻ്റെ അനുഭവത്തിനൊക്കെ ഭയങ്കര അഗ്രിവേഷൻ ഉണ്ടാകും. അത് വളരെ ജുഡീഷ്യലായിട്ട് വരും. ഒരു ഡോസൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ 200 ഡോസ് കൊടുക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇട്ട് വെച്ചിട്ട് ഒരു സ്പൂണിൽ കൂടി ഒരു സ്പൂണേ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് വീക്കിലി എന്നിട്ട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് കൊടുക്കും. ഇതുപോലെ തന്നെ ഗ്രാഫൈറ്റിസിൻ്റെ അഗ്രിവേഷനൊക്കെ ഭയങ്കര അഗ്രിവേഷൻ. അതൊക്കെ 0/3 ഒരു ഡോസൊക്കെ ആഴ്ച ഒരിക്കലൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. നല്ല റിസൾട്ടും കിട്ടുന്നു ഗ്രാഫൈറ്റിസ്. എന്തായാലും നമുക്ക് വീണ്ടും ഈ ഒരു വിഷയത്തില് തുടർന്ന് ക്ലാസ് വെക്കാനായിട്ട്, ചർച്ച വെക്കാനായിട്ട് നമുക്ക് ധനേഷ് ഡോക്ടറോട് ആവശ്യപ്പെടാം. പിന്നെ ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ആമുഖമായി സംസാരിച്ച ധനേഷ് ഡോക്ടറും അതുപോലെ തന്നെ ദേവൻ ഡോക്ടർ, രമാദേവി അമ്പാടി മാഡം, ശാന്താചന്ദ്രൻ മാഡം, ഇതിലെല്ലാം ഉപരിയായി വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ഹരിഹരൻ സാറ്, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിനിടയ്ക്ക് നമ്മോടൊപ്പം വന്ന മുസ്തഫ ഡോക്ടറും മറ്റേ ഡോക്ടറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഡോക്ടർക്ക് നമുക്കിനിയും ഭാവിയിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ ഡോക്ടറുടെ ക്ലാസ്സുകൾ വെറ്ററിനറി ഇതിൽ വെക്കാൻ സാധിക്കുമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി മറിയാമ്മ ഡോക്ടർക്ക്. മറിയാമ്മ ഡോക്ടർക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്തായാലും വളരെ സജീവമായ ചർച്ചയായിരുന്നു. മഞ്ഞുകാലം വരാൻ പോണതേ ഉള്ളൂ, സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് പല ചർച്ചകളും വെക്കാൻ സമയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.